Hi all, welcome back to my channel. ഇത് ഞാൻ എൻ്റെ ലീക്കൂട്ടിന് വേണ്ടി എടുക്കുന്ന വീഡിയോ ആണ്. അവൻ വലുതാകുമ്പം ഈ വീഡിയോ ഒക്കെ കാണണം. ആൾ സ്ലീപ്പിംഗ് എന്ന് പറയാൻ അവൻ ഇഷ്ടമാണ് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്ലീപ്പ് ചെയ്യും. അപ്പം ലീയ മൺഡേ തൊട്ട് സ്കൂളിൽ പോവാണ്. അപ്പം അതിൻ്റെ ഒരു ഇതാണ്. ഞങ്ങളിന്ന് പേരൻ്റ് ഓറിയൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളതിന് പോയി. അപ്പം ലീ ഇനി മൺഡേ തൊട്ട് സ്കൂളിൽ പോവാണ്. കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. ലീയുടെ എപ്പോഴും സ്ഥായിയായ ഭാവം ഇതാട്ടോ, എൻ്റെ മേത്ത് കയറി അവന് നിൽക്കണം. അവൻ എപ്പോഴും എൻ്റെ മേത്ത് കയറിയത് ഇങ്ങനെ നിൽക്കും. ഞാൻ ഇരിക്കാൻ പാടില്ല, ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മേത്താണ് ലീ. അപ്പം എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. കുറച്ചധികം. അവൻ പതുക്കെ സ്കൂളിൽ പോയി തുടങ്ങുന്നു. അവന് സ്കൂളിൽ പോകാനുള്ള ഏജ് ആയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് സൂമായിപ്പോയി. ഓക്കെ, അപ്പോൾ അവന് സ്കൂളിൽ പോകാനുള്ള ഏജ് അവനായിട്ടില്ല. അവന് 3 വയസ്സ്, ജൂണിൽ 3 വയസ്സ് തുടങ്ങത്തേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ, എൻ്റെ മേത്തൂടെ ആണ് ഇപ്പോഴും. അപ്പം സ്കൂളിൽ പോകുന്നതിൻ്റെ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇനി അവനിത് വലുതാകുമ്പോൾ ഇത് കാണട്ടല്ല, അവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തത്. ഞാൻ അവൻ്റെ പേരിലൊരു ഇൻസ്റ്റ ഐ ഡി തുടങ്ങിയിട്ടുണ്ട്, എലൈജ മാത്യു എന്നും പറഞ്ഞുകൊണ്ട്. അവനൊരു ഇൻസ്റ്റ ഐ ഡി ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം അതിൽ പോസ്റ്റ് ചെയ്യും. അപ്പം അവൻ കാണട്ടല്ലേ, അവൻ വലുതാകുമ്പം അവൻ്റെ അമ്മ അവൻ എത്രത്തോളം കെയർ ചെയ്തു, ലവ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ കാണട്ടെ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അവനങ്ങനെ സ്കൂളിൽ പോവുകയാണ്. എനിക്കതിൽ വളരെ സങ്കടമുണ്ടെന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിലൊരു നല്ല കാര്യമാണ്. പക്ഷേ ഇത്രയും നാളും അവന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇനി സ്കൂളിലേക്ക് പോവല്ലേ. അപ്പോൾ എനിക്കത് ഇച്ചിരി സങ്കടമുള്ള കാര്യമാണ്. നല്ല ടെൻഷനും ഉണ്ട്. അവനെ ഓർത്തിട്ടല്ല, എനിക്ക് എന്നെ ഓർത്തിട്ട് തന്നെ ടെൻഷൻ. ഞാനതിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത്. എല്ലാവരും ഇനി പതുക്കെ അവൻ എൻ്റെ ആവശ്യം വരില്ല, അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സങ്കടമുണ്ട്. സമ്മതിക്കില്ല ഇതാട്ടോ, ഞാൻ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവന് ഉറങ്ങണം, അല്ലെങ്കിൽ സമ്മതിക്കില്ല. വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലെങ്കിലും ആൾക്ക് നോർമലി ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന ഇഷ്ടമാണ്. അവൻ പോസ്റ്റ് ചെയ്യും. ലീ ഒരു ഹായ് പറയാവോ? സേ ഹായ് ലീ, ഒരു ഹായ് പറഞ്ഞേ. ഇവിടെ നോക്കി ഒരു ഹായ് പറഞ്ഞേ. ഹായ്. സ്കൂളിൽ പോവാ? സ്ലീപ്പി. സ്കൂളിൽ പോവാന്ന് പറഞ്ഞ അപ്പം സ്ലീപ്പ് ചെയ്യാന്ന് പറയും കേട്ടോ. അപ്പോൾ അവന് ഇഷ്ടമാണെന്ന് തോന്നുന്നു സ്കൂളിൽ പോകുന്നത്. എന്തായാലും അമ്മയും ലീയും ഡാഡയും കൂടെ എവിടെ പോവാ? സ്കൂളിൽ പോവാ അല്ലേ? ഇന്ന് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ എന്താ കഴിച്ച? പിസ്സ കഴിച്ചില്ലേ? പിസ്സ. ഞാനത് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പിസ്സ കഴിച്ചു കേട്ടോ. അതല്ല ഈ പറയുന്നത്. പിന്നെ പേരൻ്റ് ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആസ് എ ടീച്ചർ ഞങ്ങൾ ഓറിയൻറ്റേഷൻ ഇങ്ങനെ പേരൻസൊക്കെ വന്ന് പോകുന്നത് നമുക്ക് ഒരിതാണ്. പക്ഷേ നമ്മളൊരു പേരൻ്റായിട്ട് പോകുന്ന ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു. എന്തായാലും അതൊക്കെ എല്ലാം കഴിഞ്ഞു. ഇനി എന്തായാലും സ്കൂളിലേക്ക് പോകണം മൺഡേ. അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് പതുക്കെ ഇടാം. എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ എടുക്കും. എനിക്ക് നാളെ തൊട്ട് സ്കൂൾ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ലീവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഫസ്റ്റ് ഡേ ഞാൻ അവൻ്റെ സ്കൂളിൽ പോകും. കാരണം എനിക്കതൊരു ഇനി ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു മൂമെൻ്റ് ആയിരിക്കും അല്ലേ, ഫസ്റ്റ് ഡേ ഓഫ് ലീയുടെ സ്കൂൾ. അതൊരിക്കലും തിരിച്ച് കിട്ടത്തില്ല. ഞാൻ എന്തായാലും അതൊരു വീഡിയോ എടുത്ത് അവൻ്റെ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. അവൻ വലുതാകുമ്പോൾ ആ വീഡിയോ കാണട്ടെ. എനിക്കും അത് വലുതാകുമ്പോൾ കാണുമ്പോൾ വളരെ ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. ലീ വണ്ടി എവിടെ ലീയുടെ വണ്ടി? വേറെ ഒരു ഹായ് അറിഞ്ഞ് ഈ സ്മൈൽ ചെയ്തേ. അവനിപ്പം വണ്ടിയൊക്കെ ഓടിക്കുന്നൊരു മൂഡാണ്. ഇപ്പം സമയം ഒരു 8 മണി ആവാറായല്ലോ. അപ്പോൾ ആ ഒരു മൂഡാണ്. എന്തായാലും ലീയുടെ ഒരു ബൈ പറയാം. ഒരു ബൈ പറയാം. ബൈ, സീ ടുമോറോ. ബൈ, ഐ ലവ് യു. അപ്പം ഞാൻ ലീയുടെ സ്കൂളിൽ പോകുന്ന വീഡിയോ പതുക്കെ ഞാൻ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. മൺഡേ എന്തായാലും അവൻ്റെ ഫസ്റ്റ് ഡേ, മൺഡേ ഓർ ട്യൂസ്ഡേ. അപ്പം എൻ്റെ ലീവ് അനുസരിച്ച് എന്തായാലും അവനെ വിടുന്നത്. അപ്പം ഞാൻ ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തേക്കാം പതുക്കെ. എൻ്റെ ഇൻസ്റ്റയിലും ലീയുടെ ഇൻസ്റ്റയിലും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പം മൺഡേ പതുക്കെ കാണാം എൻ്റെ പൊന്ന് സ്കൂളിൽ പോകുന്നത്. എനിക്കത് ആലോചിച്ചിട്ട് തന്നെ ഇപ്പോൾ എന്തോ പോലെ തോന്നുകയാണ്. എന്നാലും ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അവന് ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിച്ചു. സ്കൂളിൽ യൂണിഫോം ഒന്നുമില്ല. അപ്പം അതിൻ്റെ ആവശ്യമായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് പോയാൽ മതി. അപ്പം എന്തായാലും മൺഡേ കാണാം കേട്ടോ. ബൈ.